ശ്രീ ജോജി, റിമാൻഡിലായ പ്രവർത്തകരുടെ KSU പ്രവർത്തകരുടെ ജാമ്യത്തിന് മൂവ് ചെയ്തോ? ജാമ്യം കിട്ടാൻ എളുപ്പമല്ലേ ഈ ഒരു സാഹചര്യത്തിൽ? കാരണം മന്ത്രി ആക്രമിക്കപ്പെട്ടിട്ടില്ല, ദൃശ്യങ്ങളില്ല. ഞങ്ങൾ കോടതിയിൽ ഞങ്ങളുടെ പിള്ളേരെ പുറത്തിറക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഇന്ന് കോടതി സർക്കാരിനോട് ഇവരെ ആക്രമിക്കുന്ന ദൃശ്യം കൊണ്ടുവരാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ ഏത് ദേവലോകത്ത് പോയാലും അങ്ങനെ ഒരു ദൃശ്യം കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്കറിയാം, ഇന്നലെ നൂറുകണക്കിന് ചാനലുകൾ ഉണ്ട്, റെയിൽവേയുടെ CCTV ഉണ്ട്, പോലീസിന്റെ വീഡിയോ ഉണ്ട്. എവിടെയെങ്കിലും ഈ മന്ത്രിയെ ആക്രമിക്കാൻ പോയിട്ട് അവരുടെ 8 അയലോക്കത്ത് KSUക്കാർ ചെന്നിട്ടുണ്ടോ? ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു നാടകമല്ലേ? ഞാൻ പറയട്ടെ, ഈ ഒരു മന്ത്രി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ ഈ നാട് എവിടെ എത്തും? ഇവരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മോണോ ആക്ട് മത്സരത്തിന് സംസ്ഥാന തലത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു മന്ത്രിയാണ്. ഇവർക്ക് പറ്റിയത് മന്ത്രിപ്പണിയല്ല, ഇവർക്ക് പറ്റിയ ഏറ്റവും നല്ല പണി ഒരു അഭിനയത്തിന് ഒരു ആക്ടറായി പോകുന്നതായിരുന്നു ഇവർക്ക് നല്ലത്. പക്ഷെ അവരുടെ കൂടെ അതിനേക്കാൾ വലിയ മികവോടുകൂടി അഭിനയിച്ചത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദന്റെ ഒക്കെ നേരത്തെ പ്രസ്താവന കേട്ട കൈ പിടിച്ച് തിരിച്ചു, കഴുത്ത് പിടിച്ചു ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ കേരളത്തിന്റെ തെരുവിലേക്ക് ഇറക്കാൻ പറ്റുന്ന എത്ര വൃത്തികെട്ട പ്രസ്താവനകൾ ഇറക്കിയത്. അതേപോലെ ശ്രീ നന്ദുവിനോട് ഞാൻ പറയുന്നു, ഞാനൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല. നന്ദു എന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കണം. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പിള്ളേരെ ആക്രമിക്കാൻ വന്നാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, അവരുടെ രോമത്തിൽ തൊടില്ല എന്നാണ്. ഞങ്ങളുടെ കുട്ടികളുടെ രോമത്തിൽ തൊടില്ല എന്നാ പറഞ്ഞത്. അത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ പിള്ളേരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് വലിയ സമാധാനത്തിന്റെ അപ്പസ്തോലന്മാരായി ഇവർ പറയുന്നുണ്ടല്ലോ. ഈ കണ്ണൂരിൽ ഇതേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇന്നിവർ തലയിലേറ്റി കൊണ്ടുനടക്കുന്ന KV തോമസ് ഉണ്ടല്ലോ, ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് കൊണ്ടുനടക്കുന്ന KV തോമസ്. ആ KV തോമസിന് നേരെ കരിങ്കൊടി കാണിക്കല്ലേ ചെയ്തത്? KV തോമസിന്റെ തലയിലേക്ക് കരിയോടി കഴിച്ച മഹാന്മാരല്ലേ നിങ്ങള്? MV രാഘവനെ കൂത്തുപറമ്പിൽ വെച്ച് തടഞ്ഞ് 5 ചെറുപ്പക്കാരെ, രാജീവനെയും രോഷനെയും ഷിബുലാലിനെയും മധുവിനെയും ബലിപെടുത്തവരല്ലേ നിങ്ങൾ? മന്ത്രിമാരെ തടയലെന്ന സമരം കേരളത്തിൽ തുടക്കം കുറിച്ചവരല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടാ കരുതും വലിയ സമാധാനത്തിന്റെ ആളുകൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ ഈ സംസാരം കേരളമാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ കണ്ണൂരിൽ വെച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ വാഹനം എറിഞ്ഞു പൊളിച്ചു. ഉമ്മൻചാണ്ടിയുടെ നെറ്റിയിലേക്കും നെഞ്ചിലേക്കും എറിഞ്ഞ് ചോരയൊഴുക്കി. അന്ന് ഉമ്മൻചാണ്ടിയുടെ അടുത്തു നിന്നിരുന്ന K.സുധാകരൻ നാളെ കേരളത്തിൽ ഹർത്താൽ എന്ന് പറഞ്ഞപ്പോ പക്വതയുള്ള ഉമ്മൻചാണ്ടി പറഞ്ഞത്, എന്റെ പേരിൽ ഹർത്താൽ വേണ്ട, ബന്ദ് വേണ്ട, എന്നെ ആക്രമിച്ചവർക്ക് ദൈവം കൊടുത്തോളും എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചപ്പോ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസോ കോൺഗ്രസുകാരോ അക്രമം നടത്തിയോ? നിങ്ങൾ എത്ര കോൺഗ്രസിന്റെ ഓഫീസുകൾ നശിപ്പിച്ചു? നിങ്ങൾക്ക് വലിയ അരോചകമുണ്ടാക്കിയ യാത്രയുടെ എത്ര ഫ്ലെക്സ് ബോർഡുകൾ, തോരണങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു? അഴിഞ്ഞാടുകയല്ലേ? അഴിഞ്ഞാടുമ്പോ ആ അഴിഞ്ഞാട്ടം നിർത്തേണ്ടത് ഭരിക്കുന്നവരാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ടത് പ്രതിപക്ഷമാണോ? ഭരണപക്ഷമല്ലേ? എന്നാൽ ഇവിടെ തിരിച്ചാണ് കാണുന്നത്. ഭരണപക്ഷം അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണ്, നേതൃത്വം കൊടുക്കുകയാണ്. എന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഇതുപോലെയുള്ള ഒരു കാലഘട്ടം എന്നെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ജനങ്ങളെ വെല്ലുവിളിക്കുക, വെല്ലുവിളിച്ച് അക്രമം നടത്തുക, എന്നിട്ട് ആ അക്രമത്തെ ന്യായീകരിക്കുക. ഏതെങ്കിലും ഒരു ചാനൽ, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ചാനൽ ആ മന്ത്രിയെ ആക്രമിക്കുന്ന അവരുടെ അടുത്തെത്തിയ ഒരു KSUവിന്റെ കുട്ടി അവരെ തൊടുന്ന ഒരു ചിത്രമുണ്ടെങ്കിൽ കാണിക്ക്. എന്തിന് ഈ പേക്കൂത്ത് നടത്തി? എന്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കി? എന്തിന് ഞങ്ങളുടെ ഓഫീസുകൾ നശിപ്പിച്ചു? ഈ കോഴിക്കോട് ഞങ്ങളുടെ കുന്നമംഗലത്ത് ഞങ്ങളുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച് മാരകമായി ICUവിൽ കിടക്കുകയാണ്. വീണ ജോർജ് പോയി കിടന്നതുപോലെയല്ല, ഇവിടെ പറഞ്ഞല്ലോ, നന്ദു പറഞ്ഞതുപോലെ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ICUവിൽ കിടക്കാത്തവരോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ICUവിൽ കിടക്കാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ?
ഏതെങ്കിലും ഒരു ഐസിയുവിൽ ഇതുപോലെ തോന്നിയാസം നടത്തിയിട്ടുണ്ടോ? അവിടെ നാടകം കളിക്കുന്ന വീണ ജോർജിന് അവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക. അടുത്ത് മരണത്തോട് മല്ലടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ജീവൻ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് 4 മണിക്ക് എഴുന്നേറ്റ് പോയത്? അങ്ങനെ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാതെ 4 മണിക്ക് എഴുന്നേറ്റ് പോയ ഒരു അവസ്ഥ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്ത് തോന്നിയാസം നടത്തി ഒന്ന് ന്യായീകരിക്കേ. ഇവിടെ ഒറ്റ കാര്യം കൂടി, ഇവരുടെ പ്രശ്നം എന്താ? ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കേരളത്തിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാത്തിലും പരാജയപ്പെട്ടപ്പോ ഒരു നിലയ്ക്കും അധികാരത്തിൽ വരില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത് കേരളീയ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ്. അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ കേരളീയ മനസാക്ഷി സമ്മതിക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അയ്യപ്പ ശബരിമലയിൽ പോയി കൊള്ള നടത്തി. അയ്യപ്പ വിഗ്രഹം മാത്രമാണ് ഇനി അവിടെ ബാക്കിയുള്ളത്. എല്ലാം കട്ടുമുടിച്ച് ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു സർക്കാർ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ കാണിക്കുന്ന കൂത്താണ് ഈ നടക്കുന്നതൊക്കെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.